ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്. ഗെരസേനയുടെ നാട്ടിൽ ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന പിശാച് ബാധിതനെ യേശു സുഖപ്പെടുത്തുന്നതും പിശാചുക്കൾ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കപ്പെടുന്നതും ആ നാട്ടിലെ ജനം തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നതും പിശാച് ബാധിതർ യേശു തനിക്കു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ദെക്കാപോളിസിൽ പ്രഘോഷിക്കുന്നതുമാണ് ഇന്നത്തെ വായനയുടെ ചുരുക്കം. പ്രിയമുള്ളവരെ, പിശാച് ബാധിതനായ ഈ മനുഷ്യന്റെ ജീവിതത്തെ സുവിശേഷകൻ വിവരിച്ചിരിക്കുന്നത് എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. അയാളുടെ പ്രത്യേകതകളായി ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്: അയാൾ ശവകുടീരങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നവൻ ആയിരുന്നു. അതായത് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട് സത്യത്തിലൊക്കുമേ ജീവിച്ചിരിക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ. രണ്ടാമതായി, ചങ്ങലകൾ കൊണ്ടും കൂച്ച് വിലങ്ങുകൾ കൊണ്ടും അവനെ ബന്ധിച്ചിരുന്നു. പക്ഷെ അവനതെല്ലാം തകർത്തിരുന്നു. അതായത് പലതരത്തിലുള്ള പാപങ്ങളും ആസക്തികളും മൂലം ജീവിതം കെട്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അയാൾ. മൂന്നാമതായി, അവൻ അലറി വിളിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ അതീവമായിട്ടുള്ള ദേഷ്യവും സങ്കടവുമൊക്കെ വരുന്നത്, ആ സമയം നമ്മളും അലറി വിളിക്കുകയും ശാപവാക്കുകൾ ചൊരിയുകയും പല കുറ്റങ്ങളും മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവൻ തന്നെ മുറിപ്പെടുത്തിയിരുന്നു. നമ്മൾ നമ്മെ തന്നെ പഴിചാരുന്ന അവസ്ഥകൾ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. നാം നമ്മുടെ തന്നെ പ്രത്യാശയെയും നമ്മുടെ തന്നെ വിശ്വാസത്തെയും തല്ലിക്കെടുത്തുന്ന രീതി, ഇനി എനിക്കൊന്നിനും സാധ്യമല്ല എന്നുള്ള ചിന്ത, ഇവയെല്ലാം നമ്മെ തന്നെ മുറിപ്പെടുത്തുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ദുരനുഭവങ്ങളും അവസ്ഥകളും വന്നു ചേരാനിടയുണ്ട്. പ്രിയമുള്ളവരെ, എന്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിശാച് ബാധിതൻ ചെയ്തതുപോലെ അകലെ വെച്ച് തന്നെ യേശുവിനെ കണ്ട് ഓടി വന്ന് അവൻ്റെ മുൻപിൽ വീണ് പ്രണമിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളുടെ ചുറ്റും നിന്ന് ആക്രമിച്ചാലും ഈശോയുടെ മുൻപിൽ ഓടിയെത്തി അവൻ്റെ മുൻപിൽ ഒന്ന് പ്രണമിച്ച് തൻ്റെ ജീവിതം അവൻ്റെ കാൽക്കലേക്ക് സമർപ്പിക്കുവാനായിട്ട് ഒരുവൻ തുടങ്ങുമ്പോൾ അവിടെ വലിയ വ്യത്യാസം കടന്നു വരുന്നു. ഒരുപക്ഷെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞാനെങ്കിലും ഇനി മറ്റൊന്നിനും എനിക്ക് ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനമില്ല എന്ന് തോന്നിയാലും കർത്താവ് എല്ലാം ശരിയാക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്ന് ശാന്തമായിട്ടൊന്നിരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി പിശാചു ബാധിതൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അതേപോലുള്ള വലിയൊരു വിമോചനത്തിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും. അങ്ങനെ ഒരു വിമോചനം നൽകുവാനാണ് ഈശോ നമ്മോട് കൂടെയുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭം സുവിശേഷത്തിൽ വിവരിക്കുന്നത് നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയൊരു പാഠവും പ്രത്യാശയും നൽകുന്നുണ്ട്. അവസാനമായി, വിജാതരുടെ നാട്ടിലെ യേശുവിൻ്റെ ഈ ഒരു മിനിസ്ട്രി നമ്മൾ നോക്കുമ്പോൾ വലിയൊരു തോൽവിയായിട്ട് തോന്നും, പരാജയമായിട്ട് കരുതും. കാരണം യേശുവിനെ അവർ തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. എന്നാൽ പിശാചു ബാധിതനായ മനുഷ്യൻ ഒരു മിഷനറിയായി തീർന്നുകൊണ്ട് ഈശോയെ അവൻ അവിടെ പ്രഘോഷിക്കുന്നതായിട്ട് നമ്മൾ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ വിമോചിതരാകുമ്പോൾ തീർച്ചയായിട്ടും ഈശോ എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മെ തന്നെ ഒന്ന് വാർത്തെടുക്കുവാനും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരുവാനും തീർച്ചയായിട്ടും നമ്മൾക്കും സാധിക്കണം. അവിടെയാണ് നമ്മളുടെ ജീവിതം ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്ന ജീവിതമായിട്ട് മാറുന്നത്. അത് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.